പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്രിസ്റ്റേൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴയായി നമ്മുടെ പ്രേക്ഷിത വാഹിനി വന്നു നിൽക്കുന്നത് എവിടെയാണ്? മാനന്തവാടി രൂപതയിലെ സുൽത്താൻ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയത്തിലാണ് ഇന്ന് MSTയുടെ പ്രേക്ഷിത വാഹിനി എത്തി നിൽക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാടു എന്നീ 3 സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനം. കോഴിക്കോട് ജില്ലയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ ഏറ്റവും വികസിത പ്രദേശമാണ് സുൽത്താൻ ബത്തേരി. 1900 വിദേശ മിഷണറിമാർ തോട്ടം തൊഴിലാളികളായ വിദേശികൾക്കായി ഒരു സ്ഥിര ഷെഡ് ഉണ്ടാക്കി ആരംഭിച്ച കുർബാന അർപ്പണമാണ് പിന്നീട് കുടിയേറ്റം വർദ്ധിച്ചു വന്നതോടെ ഒരു ഇടവക എന്ന ആവശ്യമായി മാറിയത്. ബത്തേരിയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മാർത്ഥ ആഗ്രഹമാണ് ഇന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ മനോഹര ദേവാലയം. നമ്മൾ ഇവിടെ നിന്നിട്ട് ബത്തേരിനെ പറ്റിയും നമ്മുടെ അസംഷൻ ഫൊറോന ചേർച്ചിനെയും പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളെക്കാൾ കൂടുതലായി ഈ ഇടവകയെ പറ്റി പറയുവാനും ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് സംസാരിക്കാനൊക്കെ ഏറ്റവും കഴിവുള്ളത് ആരാ? നമ്മുടെ ഇവിടുത്തെ വികാരി ഫാദർ ജോസഫ് പെരുവമേൽ. വളരെ സ്നേഹത്തോടെ അച്ഛനെ ആശംസകൾ അർപ്പിക്കാനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോം മീഡിയയും ഷാലോം ടെലിവിഷനും ചേർത്തൊരുക്കുന്ന സാന്തോം മിഷൻ ക്രിസ്റ്റേൻമെന്റിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മിഷനെ കൂടുതൽ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും മിഷണറി പ്രവർത്തനങ്ങളോട് കൂടുതൽ താല്പര്യം ഉളവാക്കുന്നതിനും പ്രാർത്ഥന വഴിയും മറ്റ് സഹായ സഹകരണങ്ങൾ വഴിയും മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനും ഈ പ്രോഗ്രാം ഏവർക്കും പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛന്റെ അനുഗ്രഹീത വാക്കുകൾക്കും ആശംസകൾക്കും ഒത്തിരി നന്ദി. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി, അസംഷൻ ഫൊറോന ചർച്ചിലെത്തി. നമ്മൾ ഇടവക ജനങ്ങളെയൊക്കെ കണ്ടു, ഇടവക വികാരിയെ കണ്ടു. ഇതൊക്കെ മാത്രം മതിയോ? പോരാ, നമുക്ക് നമ്മുടെ ക്വിസ് ടൈമിന്റെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതെ, നമ്മുടെ 4 പാർട്ടിസിപ്പൻസും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പേരും ഇടവകയും ചോദിച്ചറിയാം. അവിടെ നിന്ന് തുടങ്ങിയാലോ? എൻ്റെ പേര് ലിയ എസ് ഷജീവ്. ഞാൻ മൂലങ്കാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സനറ്റ് മരിയ സെബാസ്റ്റ്യൻ. ഞാൻ മരകാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സലോന ജോൺ. ഞാൻ വാഴവെറ്റി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സാന്റ റോസ്റ്റോംസ്. ഞാൻ ബത്തേരി ഇടവകയിൽ നിന്ന് വരുന്നു. നല്ല ഉഷാറായിട്ട് അവരുടെ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എങ്ങനെയായിരിക്കും പാർട്ടിസിപ്പേഷൻ അതുകൂടെ നമുക്കൊന്നറിയണം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വിസ് ടൈമിന്റെ റൂൾസ് ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താലോ? അതെ, ഒരു ഗെയിം ആകുമ്പോൾ എന്തായാലും കുറച്ച് റൂൾസ് ഉണ്ടാകും. നമ്മുടെ റൂൾസ് എങ്ങനെയാണ്? 4 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലീഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. 4 റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് മത്സരാർത്ഥിക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ജെറുസലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസലേം, ജെറിക്കോ, അഡ്ജൻഡസ്, അഥവാ അഡ്ജൻഡസ് ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ അഡ്ജൻഡസ്, ജെറിക്കോ, ജെറുസലേം, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് കൂടാതെ ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ഒരു ചോദ്യം കൂടെ നിങ്ങളെ കാത്തിരിക്കുന്നതാണ്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യവും ശരിയായി പറയുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ഗിഫ്റ്റ് ബാഗും ലഭിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങളെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. ഇടവകയെയും അതുപോലെ തന്നെ രൂപതയെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓഡിയൻസിനായിട്ട് 2 ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇവിടെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊണ്ട് പോകാനും സ്റ്റാർ ആകാനും പറ്റിയ ഒരു ബെസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾക്ക് ഇന്ന്. നമുക്ക് 4 പാർട്ടിസിപ്പൻസ് ഇവിടെയുണ്ട്, നിങ്ങൾ കണ്ടു. പക്ഷെ ഒരാൾക്കാണ് പ്രേക്ഷിത വാഹിനിയിൽ ഒരു സമയം കയറാൻ പറ്റൂ. എന്ത് ചെയ്യണം? 4 പേര് ഒരേ സമയം നമുക്ക് എന്തായാലും കയറ്റാൻ പറ്റില്ലല്ലോ. ഒരു ഗെയിം നടത്തിയാലോ? അവര് റെഡിയാണ്. കുർബാനയിലേക്ക് വളരെ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ, അല്ലേ? അവരുടെ പേരൻസിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ദിവസവും കുർബാനയ്ക്ക് പോകുന്ന മിടുക്കരായ കുട്ടികളാണ് ഈ നിൽക്കുന്നത്, അല്ലേ? 4 പേരും ചിരിച്ചു നിൽക്കുന്നുണ്ട്, അല്ലേ? കുർബാന തന്നെ കാണാപ്പാടമാണ് എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ കുർബാനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് തരുന്നത്. ഗെയിം ഇത്രയേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ ഉൾപ്പെടുന്ന ഗാനങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിവിടെ പ്ലേ ചെയ്യും. ഏറ്റവും ആദ്യം അത് ഏത് ഗാനമാണെന്ന് പറയുന്ന ആളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യം കയറാൻ പോകുന്നത്. സിമ്പിൾ ഗെയിം അല്ലേ? ഇവിടെ പറഞ്ഞു സിമ്പിൾ ആണ്, അവിടെ സിമ്പിൾ അല്ലേ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മ്യൂസിക് കേട്ടാലോ? ഒന്ന് പാടാമോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാലേ പാടുള്ളൂ. തെറ്റാണ്. ഒന്നും കൂടി കേൾപ്പിച്ചാലോ? ഒന്നും കൂടി. മിശിഹാ കർത്താവൻ കൃപയും ദേവപിതാവൻ സ്നേഹമതും. ഒത്തിരി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിസിപ്പന്റ്, പക്ഷെ അതും തെറ്റാണ്. പാടാമോ? മൈക്കിൽ പാടാമോ? ഞാൻ ദൃഢമായി നമ്മുടെ സാങ്ക്ട ഇവിടെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? കേട്ടു, എല്ലാവരും തലയാട്ടി. എന്നാ ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് നമ്മുടെ സാങ്ക്ടയെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റാം. നല്ലൊരു കയ്യടി കൊടുത്തേ. സാങ്ക്ടയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ്. ബാക്കി 3 പാർട്ടിസിപ്പൻസിനും ഇപ്പോൾ സീറ്റിലേക്ക് മടങ്ങാം. പക്ഷെ വിഷമിക്കണ്ട, നിങ്ങൾക്കായിട്ട് അടുത്ത ഗെയിംസ് കാത്തിരിക്കുന്നുണ്ട്. സാങ്ക്ട പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ വെറുതെ അങ്ങനെ കയറ്റാൻ കഴിയോ? നമുക്ക് സാങ്ക്ടയുടെ ഒരു പ്രൊഫൈൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ പ്രൊഫൈൽ കാണാം. സാങ്ക്ട 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന പ്രകൃതി രമണീയമായ കോടമഞ്ഞിൽ പച്ച പുതച്ചു നിൽക്കുന്ന വയലുകളുടെ നാട് എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പ്രദേശമായ ഇന്ത്യയിലെ തന്നെ ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയിലെ എന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതെന്റെ പപ്പ അസംഷൻ ഹൈസ്കൂളിൽ നിന്ന് HMI റിട്ടയറായി. ഞങ്ങൾ ഒരുമിച്ച് അസംഷൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. ഞാൻ 10 കഴിഞ്ഞിറങ്ങിയപ്പോൾ പപ്പയെ അവിടെ നിന്ന് ഇറങ്ങി. ഇതെൻ്റെ അമ്മ മൂലഗാവ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
ഈശ്വരൻ എനിക്ക് തന്ന കഴിവുകളെ പ്രയോജനപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കാറ്. എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് വരയ്ക്കും, ബുക്ക് വായിക്കും, പിന്നെ അപ്പയുടെയും അമ്മയുടെയും കൂടെ സമയം ചെലവഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സാങ്ക്ടയുടെ ഒരു അടിപൊളി പ്രൊഫൈൽ നമ്മൾ കണ്ടു. സാങ്ക്ടനെ കൂടുതൽ നമുക്ക് പരിചയപ്പെടണം, പക്ഷെ ഇപ്പോഴല്ല, ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. സാങ്ക്ട, അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹിലായിട്ട് കയറിയാലോ? കയറിക്കും. സാങ്ക്ട, പ്രേക്ഷിത വാഹനയിൽ നിന്നിട്ട് നമ്മുടെ ഓഡിയൻസിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. എങ്ങനെയാ, അവരൊക്കെ ചീർ ചെയ്യുവാണോ? എല്ലാവരുടെയും മുഖത്തിൽ ഭയങ്കര സന്തോഷമാണുള്ളത്. സമ്മാനമൊക്കെ ആയിട്ട് സാങ്ക്ട ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് കാണാനായിരിക്കും എല്ലാവരും ചിരിച്ചു നിൽക്കുന്നത്. ടെൻഷനൊന്നുമില്ലല്ലോ? ചെറുതായിട്ട്. അത് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞ് ആൻസറൊക്കെ ശരിയായി കഴിയുമ്പോൾ ആ ടെൻഷനൊക്കെ അങ്ങ് പൊക്കോളും. ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാം. 4 റൗണ്ടുകളാണ് ഉള്ളത്. ഇതിലേത് റൗണ്ടാണ് ആദ്യം വേണ്ടത്? ജെറുസലേം. ജെറുസലേം റൗണ്ട് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ജെറുസലേം റൗണ്ട്. നമുക്ക് ചോദ്യം കണ്ടാലോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ജെറുസലേം റൗണ്ടിൽ സാങ്ക്ടയെ കാത്തിരിക്കുന്നത്. മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ അതിരൂപത ഏത്? 4 ഓപ്ഷനാണ് ഉള്ളത്. കൊടുങ്ങല്ലൂർ രൂപത, തൃശൂർ അതിരൂപത, അങ്കമാലി അതിരൂപത, ചങ്ങനാശ്ശേരി അതിരൂപത. തൃശൂർ അതിരൂപത. ഉറപ്പാണോ? ഒന്നും കൂടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഠിച്ച ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഏതായിരിക്കും ശരിയായിട്ട് തോന്നുന്നത്? ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. അങ്കമാലി അതിരൂപത ഉറപ്പിച്ചു. അങ്കമാലി അതിരൂപത ഉറപ്പിച്ചു. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കാൻ പറഞ്ഞു കൊടുത്ത ഓപ്ഷൻസ് വേറെയാണ്. അവസാനം എത്തി നിൽക്കുന്ന അങ്കമാലി അതിരൂപത. ഓക്കെ അല്ലേ? ആൻസർ ചെക്ക് ചെയ്യാലോ? അപ്പൊ ആൻസർ ചെക്ക് ചെയ്യാം. അങ്കമാലി അതിരൂപത. കൺഗ്രാചുലേഷൻസ്, അതിന് ശരിയാണ്. എന്തായാലും ആദ്യത്തെ 2 ഓപ്ഷൻസ് തെറ്റിച്ച് പറഞ്ഞു. കറക്കി കുത്തിയാണെങ്കിലും നമ്മുടെ മൂന്നാമത് പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് ഡയറക്റ്റ് ചോദ്യമാണ്. ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: കൊച്ചി രൂപത സ്ഥാപിതമായത് എന്ന്? കൊച്ചി രൂപത സ്ഥാപിതമായത് എന്ന്? അറിയില്ല. ഒന്ന് ആലോചിച്ചോ കിട്ടോ? അറിയില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഓഡിയൻസിന് ആർക്കെങ്കിലും നമ്മുടെ സാങ്ക്ടയെ സഹായിക്കാം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സാങ്ക്ട സ്റ്റേജിൽ നിന്ന് ഉരുകുകയാണെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെങ്കിലും അവിടെ ഒരു അപ്പച്ചൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഉത്തരം അറിയോ അപ്പച്ച? പറയാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. മുന്നോട്ട് വരാമോ? കൊച്ചി രൂപത സ്ഥാപിതമായത് 1972 ഉറപ്പാണോ? ചെറിയൊരു തോന്നലാണ്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സാങ്ക്ടയ്ക്കും സമ്മാനം കിട്ടില്ല. ആ സമ്മാനം ഞങ്ങൾ കൊണ്ടുപോകും. ആ ആൻസർ എങ്ങനെയാ? സാങ്ക്ട സ്വീകരിക്കുന്നുണ്ടോ? 1972. ശരിക്കും ആലോചിച്ചിട്ട് പറയുക. വേറെ ആൻസർ ഇല്ലല്ലോ ഇനി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ 1558. സമ്മാനം ആർക്ക് പോയി? സമ്മാനം ആർക്കാ? ഞങ്ങൾക്ക്. അവർക്ക് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇനി സമ്മാനം ഞങ്ങൾ കൊണ്ടുപോവുക. ഞങ്ങൾക്കൊരു കൈയടി തന്നേ. സാങ്ക്ട, സാരില്ല, വിഷമൊന്നുമില്ലല്ലോ. ഒരു ഉത്തരം ശരിയാക്കി പറഞ്ഞു. ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. ഒരു ഉത്തരം തെറ്റിയത് കാരണം ഈ റൗണ്ടിന് സമ്മാനമില്ലെന്നേ ഉള്ളൂ. ഇനി റൗണ്ടുകൾ ബാക്കിയുണ്ട്. അതിനുത്തരം പറഞ്ഞ് നമുക്ക് അടുത്ത സമ്മാനങ്ങൾ മേടിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറിക്കോ. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. നമ്മുടെ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കാണുക. ആ വീഡിയോയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയെടുക്കാൻ വേണ്ടി താഴെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വീഡിയോയിൽ കാണുന്നതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം കുറിച്ചെഴുതുക. ഓക്കെ അല്ലേ? വീഡിയോ കണ്ടാലോ?
വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുക. ജെറിക്കോ റൗണ്ടിൽ സാങ്ക്ടയ്ക്ക് നൽകുന്ന വീഡിയോ ഇതാണ്. The church which is not sent will end. അയക്കപ്പെടാത്ത സഭ അവസാനിച്ചു പോകും. അജപാലന ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് പ്രേക്ഷിത ദൗത്യവും. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനായി തീരണം. ഇടവകയും രൂപതയും സാമൂഹിക ഭക്തസംഘടനകളും അജപാലന പ്രവർത്തനങ്ങൾക്ക് തുല്യമായി തന്നെ പ്രേക്ഷിത പ്രവർത്തനവും നടത്തണം. ഓരോ വൈദികനും തങ്ങളുടെ അജപാലന മേഖലയിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കണം. ഓർക്കുക, അയക്കപ്പെടാത്ത സഭ അവസാനിച്ചു പോകും. നമുക്ക് ലഭിച്ച ചിന്തകൾ നമ്മെ പുതിയൊരു മിഷൻ അനുഭവത്തിലേക്ക് നയിക്കട്ടെ. മറ്റൊരു ക്രിസ്തുവായി, ദൈവത്തിന്റെ പുതിയ മിഷനായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ നന്നായിട്ട്? നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ പറ്റിയോ? അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ എല്ലാം മനസ്സിലാക്കി വച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നെല്ലാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം കണ്ടാലോ? പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കപ്പെടാത്ത സഭ എന്തായി തീരുമെന്നാണ് പറയുന്നത്? അവസാനിക്കും. പ്രേക്ഷിത പ്രവർത്തനത്തിന് ആരെയും അയക്കില്ലാത്ത ഒരു സഭ അവസാനിച്ചു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. നിങ്ങൾ കൈയടിച്ചാലേ സാങ്ക്ടയ്ക്ക് ഇവിടുന്ന് അടുത്ത ഉത്തരങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു ഉത്തരം തെറ്റിച്ചെങ്കിൽ അടുത്ത ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സാങ്ക്ട, സമ്മാനം വേണ്ടേ? ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സമ്മാനം നമുക്ക് കൊടുത്തേക്കാം. രണ്ട് റൗണ്ട് സാങ്ക്ടയുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ വെറുതെ കൈയടിച്ചാൽ മാത്രം മതിയോ എന്നല്ലേ? അല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്ക് സമ്മാനം മേടിച്ചു കൊണ്ടുപോകാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ? അത് ഇതാണ്. നിങ്ങൾക്കൊരു ചോദ്യം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: അസംഷൻ ദേവാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട മാനന്തവാടി രൂപത അധ്യക്ഷൻ ആര്? ഒരപ്പച്ചൻ കൈപോക്കിയിട്ടുണ്ട്. അപ്പച്ച വേഗം വാ, പ്രേക്ഷിത വാഹിനിയുടെ അടുത്ത് വന്ന് ഉത്തരം പറഞ്ഞ് സമ്മാനവും മേടിച്ചിട്ട് പോവാം. മാർ ജോസ് പൊരുന്നേടം. ഉറപ്പാണോ? നമ്മുടെ ഓഡിയൻസ് എല്ലാരും കൈ അടിച്ചു. ആൻസർ പറഞ്ഞോട്ടെ. ടെൻഷൻ ഉണ്ടോ? ചെറിയൊരു സംശയം വന്ന പോലെ. ചോദ്യം ഒന്നുകൂടി പറയാം. ചോദ്യം ഒന്നുകൂടി വായിക്കണം. അസംഷൻ ദേവാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ട മാനന്തവാടി രൂപത അധ്യക്ഷൻ ആര്? ചോദ്യം ഒന്നുകൂടി വായിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ആൻസർ മാർ ജോസ് പൊരുന്നേടം. ആൻസർ കറക്റ്റ് ആണ്. ഒരു കയ്യടി കൊടുത്തേ. സമ്മാനം വേണ്ടേ? സമ്മാനം കൊടുക്കാം നമുക്ക് അപ്പച്ചന്. അപ്പച്ചനോ? ഓ സോറി, എന്ത് വിളിക്കണം? എന്നെ കണ്ടിട്ട് അപ്പച്ചനൊക്കെ തോന്നുന്നുണ്ടോ? ഞങ്ങൾ സ്നേഹവും ആ വാത്സല്യം കൊണ്ട് വിളിച്ചതാ. അപ്പൊ എന്ത് വിളിക്കണം? ഓക്കെ, അപ്പൊ നമ്മുടെ അങ്കിളിന് നമുക്ക് ആ സമ്മാനം കൊടുക്കാം. ഓഡിയൻസ് ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്പച്ചനെ വിളിച്ച കാരണം നമ്മുടെ അങ്കിളിന് വിഷമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓഡിയൻസ് എല്ലാവരും കൂടി ഒന്ന് അങ്കിളേന്ന് സ്നേഹത്തോടെ വിളിച്ചേ. എന്തോ ഇപ്പൊ കുറച്ചുകൂടി പ്രായം കുറഞ്ഞില്ലേ? അതായിരുന്നു ഞങ്ങളുടെ ട്രിക്ക്. നമ്മുടെ ഒരു ഓഡിയൻസ് റൗണ്ട് അവസാനിച്ചിട്ടുണ്ട്. അടുത്തൊരു ഓഡിയൻസ് റൗണ്ട് കൂടെ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സാങ്ക്ടയെ ഇനി 2 റൗണ്ടും ഒരു ജനറൽ ക്വസ്റ്റ്യനുമാണ് കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട് സാങ്ക്ട ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? തോമസ് ലേഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നീ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏത് ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം.
കേരളത്തിൽ നിന്നുള്ള പ്രഥമ മിഷനറി മെത്രാൻ ആരാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. മാർ ആന്റണി പടിയറ, മാർ എബ്രഹാം കാട്ടുമന, മാർ ജോൺ പെരുമറ്റം, മാർ വിജയാനന്ദ് നെടുംപുറം. ഏത് ഓപ്ഷനാണ് സാങ്ക്ട ചൂസ് ചെയ്യുന്നത്? കേരളത്തിൽ നിന്നുള്ള പ്രഥമ മിഷനറി മെത്രാൻ ആരാണ് എന്നാണ് ചോദ്യം. മാർ ആന്റണി പടിയറ. മാർ ആന്റണി പടിയറ ഉറപ്പാണോ? എന്താണ് മാർ ആന്റണി പടിയറയെ പറ്റിയിട്ട് സാങ്ക്ടയ്ക്ക് ഇത്ര ഉറപ്പ് വരാൻ കാരണം? വായിച്ചൊരോർമ്മയുണ്ട്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. മാർ ആന്റണി പടിയറ, ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതിനു മുന്നേ നമ്മുടെ ഓഡിയൻസ് ആന്റണി പടിയറ പിതാവിനെ പറ്റി എന്തറിയാം? നമ്മുടെ പ്രേക്ഷിതവാഹിനി സെയിൻറ്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ പ്രേക്ഷിതവാഹിനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടെയാണ് ആന്റണി പടിയറ പിതാവ് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണ്. ആ മേജർ ആർച്ച് ബിഷപ്പ് ഒരു മിഷണറി കൂടെയായിരുന്നു. ആ ഒരു സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പോഴാണോ ഇതറിയുന്നേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 7 പള്ളികളിൽ നിരണം പള്ളി ഏത് സഭയുടെ സംരക്ഷണത്തിൽ ആണ്? 7 പള്ളികളിൽ നിരണം പള്ളി ഏത് സഭയുടെ സംരക്ഷണത്തിൽ ആണ്? സീറോ മലബാർ. ഉറപ്പാണോ? ഉറപ്പാണ്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോ. പിന്നെ വേറെന്തായിരിക്കും? ലത്തീൻ. നോക്കിയാലോ നമുക്ക്? ഏതാ ഇപ്പോൾ വെക്കുന്നത്? ലത്തീനല്ല വെക്കുന്നത്. അപ്പോൾ ലത്തീൻ സഭയുടെ സംരക്ഷണത്തിലാണെന്നാണ് സാങ്ക്ട പറയുന്നത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഓർത്തഡോക്സ് സഭയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെറ്റിപ്പോയി ഉത്തരം. സങ്കടമുണ്ടോ? ഈ റൗണ്ടിൽ ഒരു ചോദ്യം കറക്റ്റ് ആക്കി, ഒരു ചോദ്യം തെറ്റിപ്പോയി. സാരമില്ല. അപ്പോൾ ഒരു ചോദ്യം തെറ്റിപ്പോയി. ചെറിയൊരു സങ്കടത്തിലാണ് നമ്മുടെ സാങ്ക്ട. എനിക്കും ചെറിയൊരു സങ്കടം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഓഡിയൻസിനും കാണൂലേ ചെറിയൊരു സങ്കടം ഇല്ലേ? യാ സിസ്റ്ററൊക്കെ ഭയങ്കര സങ്കടം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഹാപ്പി ആക്കാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സന്തോഷമാവുമായിരിക്കും. എനിക്ക് എന്തായാലും സന്തോഷമാവും. ദേ കൊച്ചുമടിക്ക് സന്തോഷമാവില്ലേ? തലയാട്ടിയ. അങ്ങനെയാണെങ്കിൽ ആരാ വരുന്നേ? ആസാമിൽ നിന്ന് ജോലിക്കായി നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച് ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? അതെ, ബൈബിളിലെ 73 പുസ്തകങ്ങളും പാട്ട് രൂപത്തിൽ അതിമനോഹരമായിട്ട് 2 മിടുക്കികൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏഞ്ചലീന ധൻവാറും ചേച്ചിയും അനിയത്തിയുമാണ്. 2 മിടുക്കുകളെയും നമുക്ക് ഏറെ സ്നേഹത്തോടെ നല്ല കയ്യടിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഉൽപ്പത്തിപ്പുറപ്പാട് ലേവ്യര് സംഖ്യ നിയമാവർത്തനം ജോഷ്വ ന്യായാധിപന്മാരുത്ത് 1-2 സാമുവേൽ 1-2 രാജാക്കന്മാർ 1-2 ദിനവൃത്താന്തം എസ്രാ നെഹേമിയ തോബിത്ത് യൂദിത്ത് എസ്തർ 1-2 മക്കബർ ജോബ് സങ്കീർത്തനങ്ങൾ ശുഭാഷിതങ്ങൾ സഭാപ്രസംഗനുത്തമഗീതം യാനം പ്രഭാഷകനേശയ്യ ജെറമിയ വിളംബങ്ങൾ ബാറുക്ക് എസെക്കിയേൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോസ് ഓബദ്യ യോനാ മിക്ക നാഹും ഹബക്കുക്ക് സഫനിയ ഹഗ്ഗായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്കാ യോഹന്നാൻ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ 1
കൊരിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1-2 തെസ്സലോനിക്ക, 1-2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ, ഹെബ്രായ, യാക്കോബ്, 1-2 പത്രോസ്, 1-2-3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്, 73 പുസ്തകങ്ങൾ അടങ്ങിയതാണീ വിശുദ്ധ ഗ്രന്ഥം, അടങ്ങിയതാണീ വിശുദ്ധ ഗ്രന്ഥം. നന്ദി. ആരാ ഇത് പഠിപ്പിച്ചേ? റോയച്ചന്. റോയച്ചനാണ് പഠിപ്പിച്ചേ? എന്തോ മിടുക്കിയായിട്ട് പാടിയേ. ഇത് ആരിത്? ഞങ്ങള് കൊറേ പറയുന്നുണ്ടായല്ലോ, ഇതൊക്കെ അറിയോ പൊന്നിന്? ആരാ പഠിപ്പിച്ചേ? റോയച്ചൻ. റോയച്ചൻ ഇവര് ഇത്ര അടിപൊളിയായിട്ട് ഈ പാട്ട് പഠിപ്പിച്ച അച്ഛനൊരു കയ്യടി കൊടുത്തേ. അപ്പൊ ആരെ കൂടെ വന്നിരിക്കുന്നേ? അമ്മ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൊച്ചു മിടുക്കികളുടെ അമ്മയെ വിളിച്ചാലോ? നല്ല കയ്യടിയോട് കൂടി നമുക്ക് അമ്മയെ സ്വാഗതം ചെയ്യാം. നമ്മളിൽ പലർക്കും ഈ 73 പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ചെറു പ്രായത്തിൽ നമ്മുടെ മിടുക്കി കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പ്രോത്സാഹനം കൊടുത്ത അമ്മയ്ക്കും നമ്മുടെ മിടുക്കി കുട്ടികൾക്കും ഒരു സമ്മാനം കൊടുത്താലോ? ഒരു സമ്മാനം എന്തായാലും കൊടുക്കണം. അതിനു മുന്നേ ഈ ട്യൂൺ നമുക്കൊന്ന് പഠിപ്പിച്ചു തരാനും പറയണം. നമുക്കിനി 73 പുസ്തകങ്ങൾ പറഞ്ഞിട്ട് ആളാകാനുള്ള ഒരു അവസരം കിട്ടും നമുക്ക് എന്തായാലും. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ചേച്ചിമാർക്ക് ഒന്ന് പഠിപ്പിച്ചു തരുമോ? ആന്ന് പറയുന്നത്. അവർക്ക് ചെറിയൊരു നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാന്നുണ്ട്, കൊടുത്തില്ല. ഗിഫ്റ്റ് തന്നാ പഠിപ്പിച്ചു തരുമോ? ഗിഫ്റ്റ് തന്നാ പഠിപ്പിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ ആ ഗിഫ്റ്റ് കൊടുത്തേക്കാം. സാങ്ക്ട, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഇനി കാത്തു നിൽക്കുന്നത് മാർഗം റൗണ്ടാണ്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ 2 വിശുദ്ധരെയാണ് സ്ക്രീനിൽ കാണിക്കുന്നതെന്ന്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യാക്കോസ്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ അൽഫോൻസാമ. എന്തുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസാമയെ കൂടുതൽ ഇഷ്ടം? കൂടുതൽ അൽഫോൻസാമിനെ പറ്റിയാ പഠിച്ചിരിക്കുന്നത്. അൽഫോൻസാമിനെ കുറച്ചും കൂടെ സ്നേഹമാണ്, എന്താണെന്നറിയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അൽഫോൻസാമയോട് അത്രയും ഇഷ്ടമുള്ള സാങ്ക്ട, നമുക്ക് ചോദ്യം നോക്കാം. അൽഫോൻസാമ സഭാവസ്ത്രം സ്വീകരിച്ചത് എന്ന്? അൽഫോൻസാമ സഭാവസ്ത്രം സ്വീകരിച്ചത് എന്ന്? ഇതാണ് ചോദ്യം. ആൻസർ അറിയോ? ഒരു വർഷം പറഞ്ഞു നോക്കിക്കേ, അൽഫോൻസാമയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷം. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. 1930 മെയ് 19 ശരിയായിട്ടുള്ള ആൻസർ. ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നാലും സാരമില്ല അല്ലേ? 4 റൗണ്ടുകൾ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ജനറൽ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓഡിയൻസിനുള്ള അടുത്ത ഒരു ചോദ്യം കൊടുക്കാം. ചോദിച്ചോട്ടെ? റെഡിയാണ് എല്ലാവരും? ചോദ്യം ഇതാണ്: ഇന്നീ കാണുന്ന അസംഷൻ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കപ്പെട്ടത് എന്ന്? ഇന്നീ കാണുന്ന അസംഷൻ ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കപ്പെട്ടത് എന്ന്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യവും ഉത്തരവുമാണ്. അവിടെ ഒരു അപ്പച്ചൻ കൈപൊക്കിയിട്ടുണ്ട്. ചേട്ടാ ഇങ്ങ് പോരെ, വേഗം പോരെ. നല്ലൊരു കയ്യടി കൊടുത്തേ. സെപ്റ്റംബർ 30. ശരിക്കും 2017 സെപ്റ്റംബർ 30. ആദ്യം ഉത്തരം പറഞ്ഞപ്പോ അവിടെ ഓഡിയൻസ് ഒക്കെ വേറെ എന്തൊക്കെയോ പറഞ്ഞു ആൻസർ. കഴിഞ്ഞ പ്രാവശ്യം 900 കടന്നുകൊണ്ടാണ് ആ മനസ്സിൽ കയറിയത്. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ 900 വന്നപ്പോ ആ ഒരു ഇതായിരുന്നു. ആരും ചിരിക്കൊന്നും വേണ്ട, കറക്റ്റ് ഉത്തരം വന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ ചെറിയ ഒരു കൺഫ്യൂഷൻ. നേരത്തെ പറഞ്ഞ ഉത്തരം അടുന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കി, അത്രേ ഉള്ളൂ. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ചേട്ടൻ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണേന്ന് ഇവിടെ? അങ്ങനെയാണെങ്കിൽ സമ്മാനം വേണ്ടേ?
ആ സമ്മാനം കൊടുക്കാം. ഇനി നമ്മുടെ സാങ്ക്ടയെ കാത്തിരിക്കുന്നത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ആ 7ാമത്തെ ചോദ്യം. വൈത്തിരിയിൽ നിന്നും 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വന്ന് ബത്തേരിയിൽ ബലിയർപ്പിച്ച ഒരു വൈദികൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? വൈത്തിരിയിൽ നിന്ന് 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വന്നാണ് ബത്തേരിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പേരറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? വായിച്ചിരുന്നു, ഓർമ്മയില്ല. വായിച്ചതിൽ നിന്ന് എന്തായാലും കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയോ. നമ്മുടെ ഓഡിയൻസ് ഇവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത സമ്മാനം കൊണ്ടുപോകാൻ. ഓഡിയൻസിന് പാസ് ചെയ്യണോ അതോ സാങ്ക്ട പറയോ? പാസ് ചെയ്യാം, എനിക്ക് കിട്ടുന്നില്ല. സാങ്ക്ട അവിടെ ഓഡിയൻസിന് ദൈവം പറഞ്ഞില്ല, അപ്പോഴേക്ക് 3 പേര് കൈപൊക്കി. എനിക്ക് തോന്നുന്നു 2 ചേട്ടന്മാരും സമ്മാനം കൊണ്ടുപോയില്ലേ? അവിടെ സമ്മാനം കൊണ്ടുപോകാത്ത ചേട്ടൻ, ആ ചേട്ടൻ പോരെന്ന്. നല്ലൊരു കൈയടി ആ ചേട്ടന് കൊടുത്തേ. ഫാദർ സുക്കോലച്ചൻ. ഓഡിയൻസ് എന്താ പറയുന്നേ? കറക്റ്റ് ആണ്. ഒരു മിടുക്കൻ അവിടെ നിന്ന് പറഞ്ഞു കറക്റ്റ് ആണെന്ന്. പക്ഷെ ആൻസർ അറിയണ്ടേ? ആൻസർ ഫാദർ ലിനോ മരിയ സുക്കോൾ SJ. കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെ 7 ചോദ്യം പൂർത്തിയാക്കി നമ്മുടെ സാങ്ക്ട ഇവിടെ പ്രേക്ഷിത വാഹനം നിൽക്കുകയാണ്. തെറ്റുപോയി ഉത്തരങ്ങളെ ഓർത്ത സങ്കടമൊന്നുമില്ലല്ലോ. എന്തായാലും ആ നേടിയ സമ്മാനവുമായിട്ട് താഴേക്ക് വരാം. സമ്മാനവും ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ് സാങ്ക്ട മടങ്ങാൻ പോകുന്നത്. ഇത്രയെല്ലാം പഠിപ്പിച്ചു വിട്ട് നമ്മുടെ സാങ്ക്ടയുടെ ചാച്ചന് വന്നിട്ടില്ലേ? വിളിച്ചാലോ നമുക്ക് ഇങ്ങോട്ടേക്ക്? വളരെ സ്നേഹത്തോടെ സാങ്ക്ടയുടെ പപ്പയെ വിളിക്കുകയാണ്. സാങ്ക്ട അങ്ങനെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞ് സമ്മാനവും മേടിച്ചു പോയിട്ടുണ്ട്. ബാക്കി നിൽക്കുന്നത് 3 പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് കഴിയണം. ദൈവം നമുക്ക് ജീവിതത്തിൽ നൽകുന്ന സങ്കടങ്ങളും വേദനകളും സഹിക്കാനാവാതെ, പരാതികൾ പറയാതെ, ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൽപ്പനകൾ പാലിച്ച് കൂടുതൽ വിശ്വാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.